ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും അന്നപൂർണ അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാവയ്ക്കയാണ്. പാവയ്ക്ക ഒരു വലിയ പാവയ്ക്ക കനം കുറച്ച് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ തൊണ്ടൻ മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചമുളകായാലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരണം. അതുവരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ ഈ കുക്കിങ്ങിൽ തുടക്കക്കാർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന് കയ്പ്പരസം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാരയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് അധികമൊന്നും ബാലൻസ് ആവില്ല, കയ്പ്പരസം ഉണ്ടാവും, എങ്കിലും ആ ഒരു മധുരവും കയ്പ്പും എരിയും ഒക്കെ ചേർന്ന് നല്ല സ്വാദിഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.